പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ചതികളുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ജെറി. മാത്രവുമല്ല, തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ജെറി ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. കിരൺ രാഹുലിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് രാഹുലിന്റെ ഈ അവസ്ഥയിൽ വളരെയധികം വിഷമമുണ്ട് എന്ന് തുറന്ന് പറയുന്ന കിരൺ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഞാൻ എന്താണ് പറയുക, ഇങ്ങനെയൊക്കെ ഒരാൾ കിടന്നു പോകുമെന്ന് വിചാരിച്ചതല്ല. ഇനിയൊരു തിരിച്ചുവരവ് രാഹുലിനുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, ഹോ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ, എടാ, ഇതിന് പിന്നിൽ കളിച്ചത് നീ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അത്ര ബുദ്ധിയൊന്നും വേണ്ട. നീ എന്നെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ തിരികെ വരും. ഈ ചെയ്തതിനെല്ലാം ഞാൻ മറുപടി ചോദിക്കും. ആ കാര്യം ഉറപ്പ് തന്നെയാണ്. ഇത് കേട്ട് കിരൺ, എടോ, ഇനി താൻ എണീക്കാനൊന്നും പോകുന്നില്ല, അതുറപ്പാണ്. നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയ്ക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ കട്ടിലിൽ ബാക്കിയുള്ള കാലം തള്ളി നീക്കുതാൻ. അതിനുള്ള പണി തന്നെയാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. മോശം പറയാനില്ല, മനസ്സിലായോ? ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ മകൾക്കുള്ള പണി ഉടനെ കിട്ടും. അതോടെ അവളുടെ കാര്യവും ഒരു തീരുമാനമാകും. അപ്പോൾ ശരി, വരട്ടെ എന്ന് പറഞ്ഞ കിരൺ പോവുകയാണ് അവിടെ നിന്ന്. കിരണിന്റെ വാക്കുകൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.